എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ മിൽക്ക് പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ഗുണനിലവാരമുള്ള മിൽക്ക് പൗഡർ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ മിൽക്ക് പൗഡർ ഉപയോഗിച്ചുണ്ടാക്കുന്ന പാലാണ്. ഇത് ചായ ഉണ്ടാക്കാനും കുഞ്ഞുങ്ങൾക്ക് പാലായിട്ട് കൊടുക്കാനും ഉപയോഗിക്കാം. ഒരുപാട് പാലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആക്കി കളയാതെ നമുക്കിതുപോലെ പാൽപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അടുത്തതായി മിൽക്ക് പൗഡർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ 1.5 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. ഇത് ക്രീമുള്ള പാലാണ്. നല്ല ക്രീമുള്ള പാല് നോക്കി മേടിച്ചാലേ കൂടുതൽ പൊടി കിട്ടുകയുള്ളൂ. വലിയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തിളച്ച് മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ പാത്രം എടുത്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ പാൽ നല്ല തീയിൽ തന്നെ വെക്കാം. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ സൈഡിലൊക്കെ പാല് പറ്റിപ്പിടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിലും സാരമില്ല. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പാത്രത്തിൻ്റെ അടിയിൽ പാല് കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ പാൽപ്പൊടിക്ക് നല്ല കളർ കിട്ടില്ല. മാത്രമല്ല ഒരു കരിഞ്ഞ ടേസ്റ്റും വരും. ഇവിടെ ഇപ്പോൾ പാൽ ഒരുവിധം നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇനി അധിക സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പാല് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ കുറുകി വരുന്ന പാൽ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം. ഇതിലും കൂടുതൽ സമയം അടുപ്പത്ത് വെക്കുന്നത് റിസ്ക്കാണ്. ഇനി കുറച്ച് സമയം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീ ഓഫ് ചെയ്ത് പാത്രം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടിൻ്റെ പാകം നിങ്ങൾക്ക് മനസ്സിലാകും. നന്നായി കുറുക്കിയെടുത്ത പാൽ 3 പാത്രങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കണം. അതിനുശേഷം ഇത് ഫാനിൻ്റെ കീഴിൽ വയ്ക്കാം. ഞാനിത് രാത്രി മുഴുവൻ വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മണിക്കൂറിൽ കൂടുതൽ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരുവിധം വെള്ളമെല്ലാം വറ്റി വരും. ഏകദേശം 10 മണിക്കൂർ ഫാനിൻ്റെ കീഴിൽ വെച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇത്. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അത്യാവശ്യം ബലം പ്രയോഗിച്ച് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. ഇത് പാത്രത്തിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഈ ഒരു പരുവത്തിൽ ആയി വരും. എല്ലാ പാത്രത്തിലും ഒഴിച്ചു വച്ചിരിക്കുന്ന കൂട്ട് പാത്രത്തിൽ നിന്ന് ഒന്ന് വേർപെടുത്തിയെടുക്കാം. അതിനുശേഷം ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. നല്ല വെയിലുള്ള സ്ഥലം നോക്കി വേണം ഇത് വെക്കാൻ. ഒരു ദിവസത്തെ വെയിൽ മുഴുവൻ കൊണ്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. വെയിൽ മാറുമ്പോൾ തന്നെ ഇത് പുറത്തുനിന്നെടുക്കണം, അല്ലെങ്കിൽ ഉറുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ചെയ്യേണ്ടത് 1 കപ്പ് പഞ്ചസാര മിക്സിയിൽ ആദ്യം തന്നെ പൊടിച്ചെടുക്കണം. പഞ്ചസാര ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഉണക്കി വെച്ചിരിക്കുന്ന പാൽ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെത്ര നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ടെന്ന്. പാൽ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന വിധത്തിൽ വേണം ഇത് ഉണക്കിയെടുക്കാൻ. ശരിക്കും ഉണങ്ങിയില്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഇത് കട്ട കെട്ടിപ്പോകും. ഇതിനി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പ്രാവശ്യം കറക്കിയതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇത്. ഇതിപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും പാൽ ഉണക്കി പൊടിച്ചതും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ കൂട്ട് അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കാം. കുറച്ചിവിടെ പൊടിയാതെ വന്നിട്ടുണ്ട്. അതൊന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെയുള്ള പാൽപ്പൊടി കിട്ടിയിട്ടുണ്ട്. നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ ഒരു 1/2 ലിറ്റർ പാൽ കൊണ്ട് ഉണ്ടാക്കിയാലും കുറച്ച് ദിവസത്തേക്കുള്ള പാൽപ്പൊടി നമുക്ക് കിട്ടും.
നന്നായി ഉണക്കി പൊടിക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാലും ഇത് കേടായില്ല. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.